IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരമായുള്ള ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ഇന്ത്യൻസിനെ ഇത്തവണ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. കഴിഞ്ഞ സീസണിലും ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ. എന്നാൽ അദ്ദേഹം ക്യാപ്റ്റനായ ശേഷം മുംബൈ ഇന്ത്യൻസ് അത്ര മികച്ച പ്രകടനമല്ല പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിലാവട്ടെ തുടക്കത്തിലെ മത്സരങ്ങളിലെല്ലാം മുംബൈക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കണം, അതല്ലെങ്കിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശങ്ങളുമായിട്ട് പല മുംബൈ ആരാധകരും മാനേജ്മെന്റിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി മാറ്റിയില്ലെങ്കിൽ ടീമിനെതിരെ ഇനിയും പ്രതിഷേധിക്കും എന്നുള്ള നിലപാടുമായിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ പല ആരാധകരും സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നുണ്ട്. നമുക്കറിയാം, ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം മുംബൈ ഇന്ത്യൻസ് അത്ര മികച്ച പ്രകടനമല്ല പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് നാളെ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടാൻ പോവുകയാണ്. അഹമ്മദാബാദിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. രാജസ്ഥാൻ ആവട്ടെ അവസാനത്തെ രണ്ട് മത്സരവും വിജയിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് വരുന്നത്. എന്നാൽ ഗുജറാത്തും ഇതുപോലെ തന്നെ അവസാനത്തെ രണ്ട് മത്സരങ്ങളൊക്കെ മികച്ച വിജയം സ്വന്തമാക്കിയ ശേഷമാണ് ഇവർ വരുന്നത്. ഏതായാലും സഞ്ജു സാംസണൊക്കെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നാളെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വിജയം, അതോടുകൂടി ടോപ്പ് 4ലേക്ക് രാജസ്ഥാൻ റോയൽസിന് എത്താനും സാധിക്കും. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.